സ്നേഹം നിറഞ്ഞവരെ, 1937 ഒക്ടോബർ മാസം 26-ാം തീയതി കൊച്ചിയിലെ കുമ്പണങ്ങിയിലാണ് ബർത്തലോമേസ് അച്ഛൻ ഭൂജാതനായത്. കണക്കശ്ശേരി തറവാട്ടിലായിരുന്നു ജനനം. 1954 മഞ്ഞമ്മൽ കർമ്മലീത്ത സഭയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 1957 മാർച്ച് 26-ാം തീയതി തമിഴ്നാട്ടിലെ പോത്തന്നൂരിൽ വെച്ച് അദ്ദേഹം തൻ്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 2 വർഷങ്ങൾക്ക് ശേഷം 1959 അദ്ദേഹം തൻ്റെ നിത്യവ്രതവാഗ്ദാനവും 1964 മാർച്ച് 14 മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് വൈദിക പട്ടവും സ്വീകരിച്ചു. മഞ്ഞമ്മൽ ആശ്രമത്തിലെ ഒരംഗമായാണ് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ചത്. ശേഷം ഒരേ സമയം മഞ്ഞമ്മൽ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായും പെരുമ്പടപ്പിലെ ഫാത്തിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജറായും സേവനമനുഷ്ഠിച്ചു. കൊച്ചി രൂപതയിലെ KCYM, KCSL എന്നീ സംഘടനകളുടെ ഡയറക്ടർ, പെരുമ്പടപ്പ്, കണിച്ചുകുളങ്ങര, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ ആശ്രമശ്രേഷ്ഠൻ, വൈദികാർത്ഥികളുടെ ഗുരുവച്ചൻ എന്നിങ്ങനെ സഭ തന്നെ ഭരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അർപ്പണമനോഭാവത്തോടെ സ്തുത്യർഹമായി നിർവഹിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബർത്തലോമേസ് അച്ഛൻ. മഞ്ഞമ്മൽ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായി അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥ സേവനം വിസ്മരിക്കാനാവാത്തതാണ്. നിശബ്ദതയിൽ ദൈവത്തെ സ്നേഹിച്ച ആ സന്യാസവര്യൻ തൻ്റെ അവസാന നാളുകൾ ചിലവഴിച്ചത് മഞ്ഞമ്മൽ ആശ്രമത്തിലാണ്. നവംബർ 8-ാം തീയതി നിത്യസമ്മാനത്തിനായി അദ്ദേഹം യാത്രയായി. സ്നേഹം നിറഞ്ഞവരെ, നമ്മിൽ നിന്നും പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായ ബഹുമാനപ്പെട്ട ബർത്തലോമേസ് അച്ഛന് വേണ്ടി ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിജയപുരം രൂപതാ മെത്രാൻ വെരി റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരി പിതാവാണ്. ഏറ്റവും ഭക്തിയോടും പ്രാർത്ഥനാമുഖരായും നമുക്ക് ദിവ്യബലിയിൽ പങ്കുചേരാം. ഗായക സംഘം പ്രവേശനഗാനം ആലപിക്കുന്നു. സദയം പൂഗണമേ ജഗദീശ, നിത്യവെളിച്ചമിയാളിൽ സദയം പൂഗണമേ ജഗദീശ, പൂഗണമേ ജഗദീശ,
സഹ കാർമ്മികരായ പെരിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, ആശ്രമ സുപ്പീരിയന്റ് ടൈറ്റസ് അച്ഛ, മറ്റു പ്രിയപ്പെട്ട വൈദികരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻസിഞ്ഞോർമാരെ, വൈദികരെ, ബർത്തലോമസിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കർമ്മലീത്ത മിഷണന്മാർ പടുത്തുയർത്തിയ വിജയവരൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ വിജയവരൻ രൂപതയിൽ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത ബർത്തലോമീസിൻ്റെ അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങൾ പങ്കെടുക്കുക ഒരവകാശമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്രതീക്ഷിതമായിട്ട് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ ഈ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കാമോ എന്നെന്നോട് ചോദിച്ചത്. ദീർഘകാലം ബർത്തലോമേസ് വിജയവരൻ രൂപതയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യം ക്ഷയിച്ച സമയത്തും വിജയവരൻ രൂപതയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ വേർപാടായിട്ടാണ് ഞാൻ ബർത്തലോമസിൻ്റെ ഈ കടന്നുപോകലിനെ കാണുന്നത്. COVID-19 പല നിയന്ത്രണങ്ങളും വരുത്തിയതുപോലെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ അകറ്റിയ അതേ സാഹചര്യമാണ് അച്ഛൻ്റെ രോഗാവസ്ഥയിൽ വിശ്രമ അനുഷ്ഠിക്കുന്ന വേളയിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് സാധിക്കാതെ പോയത്. അതിൻ്റെ പ്രയാസം എൻ്റെ ഉള്ളിലുണ്ട്. ബർത്തലോമസിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത കർത്താവ് നത്താലിനെ കണ്ടപ്പോഴാണ്. ഇത് ഞാൻ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴേ ഏതോ ഒരു സമ്മേളനത്തിൽ ഞാൻ വെളിപ്പെടുത്തിയതാണ്. നിഷ്കളങ്കനായ ഒരു പുരോഹിതൻ, യേശുവാകുന്ന വൃക്ഷത്തിൻ്റെ ശിരസിൽ ധ്യാനിച്ചിരുന്ന ഒരു പുരോഹിതൻ. നിഷ്കളങ്കനായിരുന്നു, ശാന്തസ്വരൂപനായിരുന്നു, എന്നാൽ അതിബുദ്ധിമാനായിരുന്നു, ഭരണ നൈപുണ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, എന്നാൽ തികച്ചും ഒരു മനുഷ്യനായിരുന്നു. ഒരു സന്യാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പുണ്യങ്ങളും ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ എടുത്തു ചാടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഷൈൻ ചെയ്യാനോ ഒന്നും തയ്യാറാകാതിരുന്ന ഒരു വ്യക്തി. ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ആത്മാർത്ഥതയോടെ നിറവേറ്റുവാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥതയോടെ നിറവേറ്റുവാൻ സമർപ്പിതനായിരുന്നു ബർത്തലോമേസ് അച്ഛൻ. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞത് ഒരു നല്ല ശാന്തമായ ഒരു കടന്നുപോകലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ കടന്നുപോയി. നമുക്ക് വേദനയുണ്ട്. കർമ്മലിത്ത സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടബോധം ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം നമുക്കൊരു നേട്ടമായിരുന്നു. ആ നേട്ടം അതിൻ്റെ 10 മടങ്ങായി വർദ്ധിപ്പിക്കാനായിട്ടാണ് നാഥൻ്റെ സന്നിധിയിലേക്ക് ബർത്തലോമേസ് അച്ഛൻ കടന്നുപോയിരിക്കുന്നത്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങൾക്ക് കൃതജ്ഞതയോടുകൂടി അഭിമാനിക്കാം ഈ സന്യാസ വൈദികനെക്കുറിച്ച്. നിങ്ങൾ കർമ്മലൈത്തിക സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും നൽകിയ
മഹത്തായ ഒരു സമ്മാനമായിരുന്നു അച്ഛനത് കാത്തു സൂക്ഷിച്ചു. ഒരു കുറവും കൂടാതെ ദൈവം നൽകിയ പൗരോഹിത്യം, സമർപ്പിത ജീവിതം ആത്മാർത്ഥത്തോടെ നിറവേറ്റുവാൻ, ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യുവാൻ അച്ഛന് സാധ്യമാകുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. അച്ഛനെ ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. വിജയവരം രൂപതയുടെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാരുടെയും പേരിൽ, പ്രത്യേകിച്ച് കോട്ടയം ഗുക്ഷപ്പേടവാങ്ങളുടെ പേരിൽ, അവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരുടെയും, ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും പേരിൽ കർമ്മലീത്ത സഭയോട് രൂപതയുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു,
ചൊല്ലും നീവർ താഴ്മയായി ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവേകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം പാകത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് സേവനം ചെയ്യുന്നവരുടെ എല്ലാം മഹത്വം അങ്ങാകുന്നുവല്ലോ. യേശുവിനെയും അവിടുത്തെ അമ്മയെയും അനുകരിക്കുന്നതിൽ ജ്ഞാനസ്നാന ജലത്താലും കർമ്മലായുടെ ശൃംഖലയാലും ഐക്യപ്പെട്ടിരിക്കുന്ന പരേതനായ ഞങ്ങളുടെ സഹോദരൻ ബർത്തലോമീസ് അച്ഛനെ അങ്ങ് സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. സൃഷ്ടാവും രക്ഷകനുമായ അങ്ങേ അനവരതം ദർശിക്കുവാനുള്ള വരം ദയാപൂർവം ഇയാൾക്ക് നൽകുവാൻ കനിയണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ.
ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെപ്പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എൻ്റെ ഓമനെ എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപനത്തിൻ്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ എഴുന്നേൽക്കുക, ഇറങ്ങി വരിക, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. എൻ്റെ പ്രിയനെ വരിക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കും. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കും. മരണക്കെണി എന്നെയോ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കും. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവുമാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ.
യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വരുന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചിരിക്കുന്നതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ പ്രിയങ്കരനായ ബർത്തലോമീസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുഖ്യകാർമ്മികനായ അഭിവന്ദ്യ പിതാവേ, സഹകാർമ്മികരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ പെരിയ ബഹുമാനപ്പെട്ട പ്രിൻസിലച്ച, സഭാശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട ടൈറ്റസച്ച, ബർത്തലോമീസിൻ്റെ ബന്ധു കൂടിയായ സ്നേഹബഹുമാനപ്പെട്ട ലീനസച്ച, സംപൂജ്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, ബർത്തലോമീസിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, ടാഗോറിൻ്റെ യാത്രാ വജസ്സുകൾ ഇപ്രകാരമാണ്: എനിക്ക് അവധി കിട്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, എന്നെ യാത്രയാക്കുക. എല്ലാവരെയും പ്രണമിച്ചിട്ട് ഞാൻ വിടവാങ്ങുന്നു. വീടിൻ്റെ താക്കോൽ ഞാൻ മടക്കിത്തരുന്നു. അതിന്മേലുള്ള യാതൊരു അവകാശവും ഇനി ഞാൻ കൈവശം വെക്കുന്നില്ല. എല്ലാവരുടെയും അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. വളരെ കാലം അയൽക്കാരായി നാം കഴിച്ചുകൂട്ടി. അങ്ങോട്ട് തന്നതിനേക്കാളേറെ ഇങ്ങോട്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഇതാ രാത്രിയായി, മുറിയിലെ വിളക്കണഞ്ഞു. ഇതാ വിളി കേൾക്കുന്നു, ഞാൻ ഉറങ്ങുകയായി. അല്പം ഓർമ്മകളും വിദൂരതയുടെ വേദനകളും നിങ്ങൾക്ക് നൽകി ഞാൻ കടന്നു പോകുന്നു. എല്ലാം ദൈവഹിതം. ആത്മാവിൻ്റെ അനശ്വരതയ്ക്ക് വേണ്ടി കൂട്ടം പിരിഞ്ഞു പോകുമ്പോൾ ആശ്വസിക്കുക. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും സ്മരിക്കണമേ. പൗലോസ്ലീഹായുടെ യാത്രാ വജസ്സുകൾ വീണ്ടും: എന്നെ ബലിയായി അർപ്പിക്കേണ്ട സമയം ആസന്നമായി. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി, വിശ്വാസം കാത്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നീതിയുടെ കിരീടം ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന വിധികർത്താവ് വിധി ദിവസം എനിക്കത് നൽകും. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഓട്ടം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും. യേശുക്രിസ്തുവിൻ്റെ അന്ത്യവചസ്സുകൾ. യേശുക്രിസ്തു പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുള്ള യാത്രാമൊഴി പ്രകാരമാണ്. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്, എല്ലാം പൂർത്തിയായി. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് പൂർത്തിയാക്കലാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ജീവിതം ഒരു ഓട്ടമാണ്. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഓട്ടം. അല്ലലും തെല്ലലും വേദനയും കണ്ണുനീരും രോഗവും മരണവുമുള്ള ഈ ലോകത്ത് നിന്ന് അല്ലലില്ലാത്ത, തെല്ലലില്ലാത്ത, രോഗമില്ലാത്ത, മരണമില്ലാത്ത ലോകത്തിലേക്കുള്ള ഓട്ടം. അതേ, ബർത്തലോമിയച്ചൻ ഈ ഓട്ടം പൂർത്തിയാക്കി. വെറുതെ അല്ല ഓടിയത്. ദൈവം തരുന്ന ട്രാക്കിൽ കിടന്ന് ഓടുന്നവരെ കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസം കാത്തു. ഒരുപക്ഷെ പലരും ഓട്ടം പൂർത്തിയാക്കുന്നുണ്ട്, പക്ഷെ ദൈവം കൊടുത്ത ട്രാക്കിലൂടെയല്ല. അഭിമന്യ പിതാവിന് പറയുവാൻ 1000 കാര്യങ്ങളുണ്ട് ഇവിടെ. അത് അദ്ദേഹം ചെറിയ വാക്കുകളിൽ ഒതുക്കി. അത്രയ്ക്ക് പറയുവാനുണ്ട്. 10 മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്ത വിധത്തിൽ ഈ പുണ്യപുരുഷനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ദൈവം കൊടുത്ത കഴിവുകളെ ജീവിതത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മളോടൊന്ന് വിട പറയുന്നതെന്ന് നമ്മൾക്കറിയാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, മഞ്ഞമ്മൽ പ്രോവിൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മഞ്ഞമ്മൽ പ്രോവിൻസിൽ ചേർന്നിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായ ഒരു പ്രത്യേകത മഞ്ഞമ്മൽ കർമ്മലീത്ത സഭയ്ക്കുണ്ട്. ഒന്ന്, രോഗികളോടുള്ള കരുണ. 2, പ്രായമായവരോടുള്ള കരുതൽ. ഇത് രണ്ടും മഞ്ഞമ്മൽ പ്രോവിൻസിൻ്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് രോഗികളാകാൻ ആർക്കും ഭയമില്ല, പ്രായമാകാനും ആർക്കും ബുദ്ധിമുട്ടില്ല. കാരണം പ്രായമായവരെയും രോഗികളെയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ കർത്താവ് ഈശോ പറയുന്നത് പോലെ മുറിവേറ്റ ആടുകൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള സഭയാണ് മഞ്ഞമ്മൽ പ്രോവിൻസ് കർമ്മലീത്ത സഭ. അതുകൊണ്ട് തന്നെ ബർത്തലോമ്യൂസിൻ്റെ, ഞാൻ പറയും ഇത് 83-ാം വയസ്സാണെങ്കിലും അകാലമായ ഒരു വേർപാട് തന്നെയാണ്. ബർത്തലോമ്യൂസൻ ഇപ്പോഴൊന്നും പോകേണ്ട ആളല്ല. ഞങ്ങളുടെ കരുതലും തണലും താങ്ങും കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അതുകൊണ്ട് തന്നെ കുറേ നാൾ കൂടി ഇദ്ദേഹത്തെ കാണാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും. കാരണം ചില വ്യക്തികളുടെ സാമീപ്യം ഭയങ്കരമാണ്. ഒത്തിരി പഠിക്കാനുണ്ട് ചില വ്യക്തികളിൽ നിന്ന്. നമ്മൾ വായിക്കുന്ന 1000കണക്കിന് ഗ്രന്ഥങ്ങളെക്കാൾ വലിയ സന്ദേശം നൽകും ഒരു മഹാനായ വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ബർത്തലോമ്യൂസ് എന്ന് നമുക്ക് പറയാം. ഈ നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട്, ജീവിതം ഒരു ഓട്ടമാണ്, അത് ഓടി തീർക്കണം. ജീവിതം ഒരു യുദ്ധമാണ്, അതിന് തയ്യാറാകണം. ജീവിതം ഒരു പരീക്ഷണമാണ്, അതിനെ നേരിടണം. ജീവിതം ഒരു യുദ്ധമാണ്, അത് ജയിക്കണം. ഇങ്ങനെ പലതും നമ്മൾ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടിരിക്കുന്നത് ജീവിതം ഒരു സമ്മാനമാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് മദർ തെരേസ. മദർ തെരേസയെക്കുറിച്ച് ലോകം പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ സമ്മാനം. നമ്മുടെ ജീവിതം സഹോദരങ്ങളെ സമ്മാനമാണ്. സമ്മാനമെന്ന് പറയുമ്പോൾ നമുക്ക് ഓടുമ്പോഴും ചാടുമ്പോഴും മറ്റു കാര്യങ്ങൾക്ക് കിട്ടുന്ന ട്രോഫി, മെഡൽ, ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ അലമാരയിൽ കാത്തു സൂക്ഷിക്കുന്ന സമ്മാനങ്ങളാണ്. എന്നാൽ നമ്മുടെ ജീവിതം ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉദാഹരണത്തിന് നമ്മുടെ ഹൗസ് വാമിങ് അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ ഫീസ്റ്റ് ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടും. മൊബൈൽ ഫോണോ ഷർട്ടോ പാൻറ്റോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് ഗൃഹോപകരണങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ അലമാരയിൽ സൂക്ഷിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് തന്ന വ്യക്തി നമ്മളത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷമാണ്. ഈ മൊബൈൽ ഉടഞ്ഞു പോയാലും നമ്മൾക്ക് കിട്ടിയ പാത്രങ്ങൾ പൊട്ടിപ്പോയാലും തന്നവന് സന്തോഷമാണ്. അത് ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ അത് പൊട്ടിപ്പോയത്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. മദർ തെരേസയുടെ ജീവിതം, സമ്മാനമായ ജീവിതം ഇതുപോലെയായിരുന്നു. സുന്ദരിയായ ആ മദാമ്മ ഈ നാട്ടിലേക്ക് വന്ന് അത് ആർക്കും വേണ്ട അനാഥ കുട്ടികളെ എടുത്ത് 1000കണക്കിന് കുഞ്ഞുങ്ങളുടെ, അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറിയ മദർ തെരേസ ഒടുവിൽ
ആ വണ്ടി ഓടി 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 ചുറ്റി ചുളുങ്ങി ഒരു കിളവിയായി ഈ ലോകത്തോട് യാത്ര പറയാൻ. അതാണ് പറഞ്ഞത് ജീവിച്ചിരുന്ന മാലാഹ. അതെ, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം ഇപ്രകാരമാണ്. നമ്മുടെ ബർത്തോലോമച്ചൻ്റെ ജീവിതം ഒരു സമ്മാനമായിരുന്നു. എപ്രകാരമായിരുന്നു മദർ തെരേസ ദൈവം അവൾക്ക് കൊടുത്ത കഴിവുകളെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്? അപ്രകാരം കർമ്മലീത്ത സഭയിൽ ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ സഭയിലെ ഒരു മനുഷ്യന് ഈ വ്യക്തിയെക്കുറിച്ചൊരു നെഗറ്റീവ് പറയാനില്ല. സഭയിൽ ഇദ്ദേഹം അലങ്കരിക്കാത്ത പദവികളില്ല. ആസ്പെറൻസിൻ്റെ ഡയറക്ടർ മുതൽ പ്രൊവിൻഷ്യൽ വരെ അദ്ദേഹമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം പറയാറുണ്ട് ആശ്രമം വിശ്രമമെന്ന്. അതെപ്പോഴും പറയുന്നൊരു തമാശയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്രമം ഉണ്ടായിട്ടില്ല. കണിച്ചുകുളങ്ങര ഇപ്പോൾ ലീനസച്ചൻ ഇരിക്കുന്ന ആലപ്പുഴയിലെ ആശ്രമത്തിലും ഈ മഞ്ഞുമൽ CRC ധ്യാനകേന്ദ്രത്തിൽ എന്നോടൊപ്പം വസിച്ച ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, രാവിലെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും മുൻപിലാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പ്രാതൽ കഴിഞ്ഞാൽ തൂമ്പ, മൺമെട്ടി, വാക്കത്തി, ചവറുമാന്തി ഇതെല്ലാം എടുത്ത് പറമ്പിലേക്ക് പോവുകയാണ്. പിന്നെ കഠിനാധ്വാനമാണ്. നമ്മുടെ പിതാവ് ഓർപ്പിച്ചതുപോലെ ശേഷം ഇടയ്ക്ക് വന്നൊരു ചായ കുടിക്കുന്നു, വീണ്ടും പോകുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നു, ചെറിയൊരു വിശ്രമം, വീണ്ടും തൂമ്പയെടുത്ത് പോകുന്നു. അങ്ങനെ സന്ധ്യാസമയം വരെ പണിയെടുക്കുന്നു, തിരിച്ചു വന്ന് പ്രാർത്ഥനാലയത്തിൽ പോകുന്നു, അത്താഴം കഴിക്കുന്നു, വിശ്രമിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് പോരാൻ സാധിക്കില്ല. 100 മണിക്കൂർ നിന്ന് സംസാരിച്ചാലും നമുക്ക് മതിവരാത്ത വ്യക്തിത്വം. ആരാണ് ഒരു ജെന്റിൽമാൻ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മറുപടി പറയും, പാൻറ് ഷർട്ടും ടൈയും ഷൂ ഒക്കെ കെട്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ജെന്റിൽമാൻ എന്ന്. പക്ഷെ അതല്ല ജെന്റിൽമാൻ. മഹാന്മാർ പറയുന്നു, ജെന്റിൽമാൻ ഈസ് എ വൺ ഹു ഡസ് നോട്ട് കോസ് പെയിൻ ടു എനിവൺ എന്നാണ്. ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് വേദന കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഒരു ജെന്റിൽമാൻ. നമ്മുടെ ബർത്തോലോമേച്ചൻ 101% ഒരു ജെന്റിൽമാൻ ആയിരുന്നു. ജീവിതത്തിൽ ഒരു മനുഷ്യന് മുറിവേൽപ്പിക്കാത്ത, ജീവിതത്തിൽ ഒരു മനുഷ്യന് മുറിവ് കൊടുക്കാത്ത, എന്നും സന്തോഷത്തോടെ ചെല്ലുന്നവരോട് പെരുമാറുന്ന, ഇദ്ദേഹം എടുക്കാത്ത വേദനകളില്ല. എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു, ഹാർട്ട് ഓപ്പറേഷൻ, വയറ്റിൽ ഓപ്പറേഷൻ, ഇന്ന് വേണ്ട പല രോഗങ്ങളും ഇദ്ദേഹത്തിന് ഒന്നിനു പിറകെ വേട്ടയാടിയപ്പോൾ ഒരിക്കലും പരാതി പറയാതെ ജനറൽ ഹോസ്പിറ്റലിൽ ജനറൽ വാർഡിൽ പോലും കിടന്ന സംഭവങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അത്ര കണ്ട് ദാരിദ്ര്യവ്രതം അനുഭവിച്ച മനുഷ്യൻ, അധികാരികളെ അനുസരിക്കുന്ന വ്യക്തിത്വം, പ്രാർത്ഥനയുടെ പര്യായം, നിഷ്കളങ്കതയുടെ പര്യായം, ലാളിത്യത്തിൻ്റെ പര്യായം. അതെ, ഒരു മനുഷ്യൻ എത്ര കണ്ട് എളിമപ്പെടാൻ സാധിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യനോടും ഇദ്ദേഹം എതിർത്ത് സംസാരിച്ചിട്ടില്ല. ഇനിയെങ്ങാനും ഒരു അവസരം അങ്ങനെ വന്നാൽ തന്നെ വളരെ ശാന്തമായി പോയി തോളിൽ പിടിച്ച് തട്ടി സംസാരിക്കുന്ന വ്യക്തിത്വം. ഇതൊക്കെയാണ് നമ്മുടെ ബർത്തോലോമേച്ചിൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞില്ലേ, പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷേ നമുക്ക് പരിമിതികളുണ്ട് അതിൻ്റെതായ സമയത്തിൻ്റെ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതെ, ആ ശവമന്ദിരത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ഞാൻ കടന്നു പോവുകയാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. കർമ്മലീത്ത സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ പഠിക്കാൻ പലതുമുണ്ട് ഈ വ്യക്തിയിൽ നിന്നും. അതെ, അദ്ദേഹം മൗനമായ ഭാഷയിൽ നമ്മളോട് പറയുന്നു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു ദിവസം ആത്മക്കാരുടെ മാസം കൂടിയാണിത്. അതുകൊണ്ട് വീട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം, വലിയ ആട്യത്ത കുടുംബത്തിലെ ആളാണ്, നിസ്സാര കുടുംബത്തിലൊരു വ്യക്തിയല്ല. ആട്യത്ത കുടുംബത്തിൽ ഒരു രാജാവായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ ഒന്നുമില്ലാത്ത സന്യാസാശ്രമത്തിൽ വന്ന് ദാരിദ്ര്യാരുവിയുടെ അങ്ങേയറ്റം ഒരു നല്ല ഷർട്ടോ ഒരു നല്ല പാൻറ്റോ മുണ്ടോ കൊടുത്ത് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അച്ഛനത് പറയണേ, അത്ര കണ്ട് ദാരിദ്ര്യത്തിൽ മുഴുകി ജീവിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. യേശുക്രിസ്തു എപ്രകാരമായിരുന്നുവോ അതേ ജീവിതശൈലി അനുകരിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മളോട് വിട പറയുകയാണ്. അതുകൊണ്ട് വീട്ടുകാരെ, പലരും ഇവിടെയില്ല, പലരും വിദേശത്ത് അവിടെ ഇവിടെയൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങളാരും വിഷമിക്കേണ്ട, നമുക്കൊരു മധ്യസ്ഥൻ. അതെ, അദ്ദേഹം സ്വർഗത്തിലായി കഴിഞ്ഞു. അതെ,
തീർച്ചയാണ് നമുക്ക് വലിയൊരു മധ്യസ്ഥനാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ പോണേ ഉള്ളൂ. ഈ പുണ്യവാനായ അച്ഛൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളാരും സംഭ്രമിക്കേണ്ട, നിങ്ങളാരും വിഷമിക്കേണ്ട. ഒടുവിലെ യാത്രയ്ക്കായെന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയെന്തും മാലാഹ മരണരഥത്തിൽ വന്നെത്തി. അതെ, മരണം ഒരു രഥമാണ്. നമ്മളുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം ഒരു രഥമാണ്. ആ രഥത്തിൽ ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. പരിമിതമാമീ ലോകത്ത് കടമകളെല്ലാം തീരുന്നു. പരമപിതാവിൻ ചാരത്ത് പുതിയ ഒരിടം ഞാൻ തേടുന്നു. അദ്ദേഹം പരമപിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾക്ക് യാത്രയേക്കാം. ഞങ്ങളെല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ തോമസ് മരുട്ടിക്കപ്പറമ്പിൽ അച്ഛൻ്റെ പേരിലും എല്ലാ കൗൺസിലേഴ്സിൻ്റെ പേരിലും, നമുക്കറിയാം ഈ വിജയപുരം രൂപതയുടെ ഉറവിടം കർമ്മലിത്ത സഭയാണ്. അത് പിതാവ് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പിതാവിൻ്റെ രൂപതയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മറ്റ് വൈദികരുടെയും, ബ്രദേഴ്സിൻ്റെയും, ഞങ്ങളുടെ കർമ്മലിത്ത സഭാംഗങ്ങളുടെയും പേരിൽ ഏറ്റവും പ്രിയങ്കരനായ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ സഹോദരൻ്റെ, ഈ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പരേതനായ സഹോദരൻ ബർത്തലോമേസച്ചൻ്റെ പാപപ്രതിക്കായി ഈ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ പ്രിയപുത്രൻ്റെ ഓർമ്മയ്ക്കായി ഈ യാഗം സ്വീകരിച്ച് ഈ ജീവിതത്തിൽ ഇയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി അങ്ങയുടെ സനാതന സാന്നിധ്യം ഇയാൾക്ക് അരുളുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവം നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്നിൽ ധന്യമായ ഉത്ഥാനത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിന്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നവർക്ക് വരാനിരിക്കുന്ന വൃത്തിയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിസ്തരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപാധികം
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസ
മരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹിമമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീരുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയ രക്തസാക്ഷികളോടും ബർത്തലോമ്യൂസ് അച്ഛൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ബർത്തലോമിയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങിദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപൊലീത്തയോടും ഇന്നത്തെ ബലിയർ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. ഇവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാ
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയിൽ നിന്നുള്ള ഭോജനത്താൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സഭയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത പരേതനായ ഞങ്ങളുടെ സഹോദരൻ ബർത്തലോമേസിന്റെ ആത്മാവ് ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ തിരുമുമ്പിൽ ആനന്ദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാവരും ഇരിക്കുക. വിജയപുരം രൂപതയുടെ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേച്ചേർത്ത് പിതാവേ, ബഹുമാനപ്പെട്ട സഹകാർമ്മികരെ, മറ്റു വൈദികരെ, ബർത്തലോമേസ് അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, ഏതാനും ചിലരോടുള്ള നന്ദി മാത്രം ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആശ്രമ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ പിന്നീട് പറയുന്നതായിരിക്കും. അഭിവന്യ പിതാവ് ഇവിടെ എത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട ബർത്തലോമേസ് അച്ഛൻ്റെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പിതാവ് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. സന്തോഷത്തോടുകൂടെ ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ബർത്തലോമേസ് അച്ഛൻ്റെ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. പരിചയപ്പെടുന്നവരെയൊക്കെ സുഹൃത്താക്കുന്ന ബർത്തലോമേസ് അച്ഛനെ എന്നും ഒരു നല്ല സുഹൃത്തായി കണ്ടതുകൊണ്ടാണ്, ആ സ്നേഹം നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അഭിവന്യ പിതാവ് ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായിട്ട് സന്നദ്ധനായത്. എനിക്ക് തോന്നുന്നു ഒരു അടുത്ത സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹോപഹാരമാണ് ഈ പരിശുദ്ധ ദിവ്യബലി. അതോടൊപ്പം തന്നെ പിതാവ് മഞ്ഞുമൽ കർമ്മലീത്ത സഭയോടും ഇതിലെ ഓരോ അംഗങ്ങളോടും എന്നും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. പിതാവിന് മറ്റൊരവസരം കൂടിയായിരുന്നു ഞങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട്. അഭിവന്യ പിതാവേ, ബർത്തലോമേസ് അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമായി അദ്ദേഹത്തിൻ്റെ ഈ ദിവ്യപൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വലിയ മനസ്സ് കാണിച്ചതിന്
മഞ്ഞുമൽ കർമ്മലീത്ത സഭ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അങ്ങയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ദിവ്യപൂജയിലും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങൾക്കും വേണ്ടിയിട്ട് ഒത്തിരിയേറെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് മഞ്ഞുമ്മൽ ആശ്രമ ദേവാലയത്തിൻ്റെ വികാരിയും ആശ്രമശ്രേഷ്ഠനുമായ ടൈറ്റസ് കാരിക്കശ്ശേരി അച്ഛൻ. ബർത്തലോമേസ് അച്ഛൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പുത്രസഹജമായ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ അച്ഛനെ നോക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ടൈറ്റസ് അച്ഛന് കർമ്മലീത്ത സഭ നന്ദിയോടുകൂടെ ഓർക്കുന്നു, അങ്ങേക്ക് ആ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവ്യപൂജ ഇത്ര മനോഹരമാക്കി എളിയ രീതിയിൽ എന്നാൽ മനോഹരമാക്കി തീർക്കുവാനായിട്ട് അധ്വാനിച്ച ഗുരുവച്ചനായ തിയോളജി സ്റ്റുഡൻസിൻ്റെ ഗുരുവച്ചനായ ആൻ്റണി കവുങ്ങോളപ്പിലച്ചനും തിയോളജി സ്റ്റുഡൻസിനും സഭയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബർത്തലോമേസിൻ്റെ കുടുംബാംഗങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ എന്നും പറയുവാനായിട്ട് സാധിക്കും, പുണ്യത്തിൽ ജീവിച്ച ഒരു വിശുദ്ധൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന്. ഈ പുണ്യവൈദികനെ ഞങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ കുടുംബത്തോടുള്ള സഭയുടെ നന്ദി എല്ലാവരുടെയും പേരിൽ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട ബർത്തലോമേസ് അച്ഛനോടാണ്. ബർത്തലോമേസ് അച്ഛൻ സന്തോഷത്തോടുകൂടെ യാത്രയാവുക. കാരണം 83 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് പിരിയുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാലഘട്ടം മഞ്ഞുമൽ കർമ്മലീത്ത സഭയിലാണ് അങ്ങ് ജീവിച്ചത്. കടന്നു പോകുമ്പോൾ അഭിമാനത്തോടുകൂടെ അങ്ങേക്ക് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ ആർക്കും ഒരു ഉതപ്പിനും കാരണമായില്ല, എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചുവെന്ന് അങ്ങേക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം അങ്ങ് തന്നെ എല്ലാറ്റിൻ്റെയും പോസിറ്റീവായിട്ട് നോക്കിക്കണ്ടതുകൊണ്ടാണ്. ഇനി ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, ദാരിദ്ര്യത്തിന് മറ്റൊരു പര്യായ പദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബർത്തലോമേസ് അച്ഛനാണ്. ലാളിത്യത്തിന് ഒരു പര്യായ പദമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബർത്തലോമേസ് അച്ഛനാണ്. എളിമയ്ക്ക് ഒരു പര്യായ പദമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബർത്തലോമേസ് അച്ഛനാണ്. അത്രയേറെ ലാളിത്യത്തോട് ദാരിദ്ര്യത്തോട് എളിമയോടുകൂടെ ജീവിച്ച് ഞങ്ങൾക്ക് നല്ല മാതൃക നൽകിയിട്ടാണ് പുണ്യവാനായ അങ്ങ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അങ്ങയോട് ഒത്തിരിയേറെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ ഈ യാത്ര ഏർപ്പ് നൽകുന്നത്. മനസ്സിൽ ദുഃഖമുണ്ട് എങ്കിൽ കൂടി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തീർത്ഥാടന ജീവിതത്തെക്കുറിച്ച് വരച്ച് കാണിക്കുമ്പോഴൊക്കെ കയ്യിൽ ഒരു വടിയുമായി നടന്നു നീങ്ങുന്ന അമ്മ ത്രേസ്യയാണ് ചരിത്ര പുസ്തകങ്ങളൊക്കെ തുറന്നു കാണിക്കുക. അമ്മ ത്രേസ്യായുടെ പുത്രനായ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അങ്ങയുടെ തീർത്ഥാടനത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കയ്യിൽ അമ്മ ത്രേസ്യയെ ഒരു വടി ഊന്നിയെങ്കിൽ ഒരു കാലം കുടയുമായി തന്നെ നടന്നു നീങ്ങിക്കൊണ്ട് ജീവിത ലാളിത്യം ഞങ്ങളുടെ മുന്നിൽ കാണിക്കുകയായിരുന്നു. മറ്റൊരു കർമ്മലീത്ത ഉത്തമ സന്യാസിയാണെന്ന് ഞങ്ങളുടെ മുന്നിൽ കാണിക്കുകയായിരുന്നു. ബർത്തലോമേസ് അച്ഛൻ ഒത്തിരിയേറെ സ്ഥാനങ്ങൾ വഹിക്കുന്നതിനേക്കാളേറെ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതിന്, ഞങ്ങൾക്ക് മാതൃകയായി തീർന്നതിന് സഭ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് എല്ലാവിധ യാത്രാമൊഴികളും സഭ ഈ അവസരത്തിൽ നേരുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും സകല മാലാഖമാരോടും വിശുദ്ധരോടൊപ്പം ആയിത്തീരുക അങ്ങേക്ക് യാത്രാമൊഴി. ഇന്നലത്തെ കുർബാനയുടെ സുവിശേഷം വിവേകമതികളും വിവേകരഹിതകളുമായ കന്യകളെക്കുറിച്ചുള്ളതായിരുന്നു. അച്ഛൻ്റെ മുറിയിൽ ചെന്ന് എഴുന്നേറ്റിരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്ന് എഴുന്നേറ്റിരിക്കാം. എന്നാൽ ശരി, എഴുന്നേറ്റിരിക്കാം. അപ്പോൾ ജനലിൽ കൂടി നോക്കിയപ്പോൾ പുറത്ത് കുറേ ആളുകൾ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവരൊന്ന് മാറിയിട്ട് ഞാൻ വരാം.
ഒരു 3 മിനിറ്റിനുള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിവേകവതിയായ കന്യകയെപ്പോലെ വിശ്വാസം സൂക്ഷിച്ച് ഈശോ മറിയമേ ഔസേപ്പേ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആഴമായ വിശ്വാസം കൂടെയുള്ളവർക്ക് പകർന്നു കൊടുത്ത് പുഞ്ചിരിയോടുകൂടി ഞാൻ പോയത്. നന്ദി പറയുകയാണ് ദൈവത്തിന് ഇത്രയും ജീവിതത്തെ നന്മയോടെ കണ്ട, നന്മയോടെ ജീവിച്ച, ജീവിതത്തെ നന്മയോടെ കാണുവാൻ പഠിപ്പിച്ച് സന്തോഷത്തോടെ കടന്നു പോകുന്ന ഈ പുരോഹിതനെ നൽകിയതിന് ദൈവത്തിന് നന്ദി. ഈ കുടുംബത്തിന് നന്ദി. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞങ്ങൾക്ക് നൽകിയതിന്, കർമ്മലീത്ത സഭയിൽ നൽകിയതിന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ വിവരമറിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ, അനുശോചനമറിയിച്ച വരാപ്പുഴ തിരുപത മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്, കോട്ടപ്പുറം രൂപത ജോസഫ് കരികശ്ശേരി പിതാവിന്, മറ്റ് രൂപതകളിൽ നിന്ന് അനുശോചനമറിയിച്ച മറ്റു പിതാക്കന്മാർ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. സന്യാസ ഭവനങ്ങളിൽ നിന്ന് ഇവിടെ വന്നുപോയ വൈദികരുണ്ട്, സന്യാസിനികളുണ്ട്, അനുശോചനമറിയിച്ച സന്യാസ സമൂഹങ്ങളുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഇന്ന് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു നല്ല മനുഷ്യനെക്കുറിച്ച്, ഈ സന്യാസിയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ആൻഡ്രൂസ് അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നിങ്ങൾ അച്ഛൻ്റെ ബന്ധുമിത്രാദികൾ പരിചയപ്പെടുവാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ ആൻഡ്രൂസേട്ടനുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ബന്ധുക്കളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ അച്ഛൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഏതാണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞ 3-4 മിനിറ്റുകൾക്കുള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പരിചയപ്പെട്ടിട്ടില്ല എങ്കിലും അച്ഛൻ ഞങ്ങളുടെ ഈ കുടുംബത്തിലെ അംഗമാകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഈ നന്ദി നമുക്ക് ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളായി നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. ബർത്തലോമ്യൂസ് അച്ഛൻ്റെ മധ്യസ്ഥം നമുക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒത്തിരി നന്ദി. നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും നിങ്ങളുടെ പരിചരണങ്ങൾക്കും നിങ്ങളുടെ ഇവിടെയുണ്ടായ നിങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും കുടുംബാംഗങ്ങൾ നിങ്ങളോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡയറക്ടർ, കൂടെയുള്ള മറ്റ് വൈദികർ, ഡോക്ടർമാർ, നഴ്സുമാർ, അവിടുത്തെ സ്റ്റാഫ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ ദിനങ്ങളിലൊക്കെ. ഒത്തിരി ഈ ദിനങ്ങളിൽ അച്ഛൻ ആശുപത്രിയിലായിരുന്നു, നമുക്കറിയാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അച്ഛനെ നോക്കുവാനായി ഞങ്ങളെ സഹായിച്ചിരുന്നത് മോഹൻ എന്ന സഹോദരനാണ്. അച്ഛൻ ഒത്തിരി ഇഷ്ടമായിരുന്നു അയാളെ. ഇടയ്ക്കൊക്കെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വന്നു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒരു മോഹനം പറയും, ഞാൻ പൊയ്ക്കളയോട്. ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ അവനോട് പറ, അങ്ങനെയൊന്നും പറയല്ലേ എന്നോട്. നന്ദിയോടെ മോഹൻ്റെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ചെയ്തു തന്ന ഈ നന്മയ്ക്ക്, ഈ സേവനത്തിന്, കാണിച്ച സ്നേഹത്തിന്, അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറിയതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമൂഹത്തിലെ വൈദിക ബ്രദർ ചാൾസ്, ഗുരുവച്ചൻ, മറ്റ് സഹോദരങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ദൈവാനുഗ്രഹം അവർക്കുണ്ടാവട്ടെ എന്ന്. ഇടവകയിലെ കേന്ദ്രസമിതി എന്നോടൊപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട്, ഇന്നും ഇപ്പോൾ അവർ പുറത്തു നിൽപ്പുണ്ട്. അവർ നന്ദിയോടെ ഓർക്കുകയാണ്. ഇടവകയിലെ ഓരോ അംഗത്തെയും ഇതിനായി സഹകരിച്ചതിന്, സഹായിച്ചതിന്, ഞങ്ങളോടൊപ്പമുള്ളതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയോടെ നിങ്ങളുടെ നന്മകളെ, നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന്
തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ ചെയ്യുന്ന ഈ നന്മകൾക്ക് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വരമയോടെ ഉയർപ്പിച്ച് ഇസ്രായേൽ സമൂഹത്തിൽ ചേർത്തള്ളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ലയിടയനായ കൃഷ്ണനാഥൻ ഇയാളെ പ്രതിഭവനത്തിലേക്ക് നയിച്ച് സ്നേഹിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് കൃഷ്ണനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടും വന്ന് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾ കൈവരികയും ചെയ്യുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട ബർത്തലോമേസിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് നാം സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ മൃതശരീരം വഹിക്കുന്നവരും കുടുംബാംഗങ്ങളും മാത്രം ഇപ്പോൾ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കുക. കാരണം കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം സെമിത്തേരിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികരും മറ്റുള്ളവരും പുറത്തേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. തീർച്ചയായിട്ടും അതിനുശേഷം മാത്രമേ മൃതശരീരം നാം സംസ്കരിക്കുകയുള്ളൂ. പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. തന്നിലെ കാലയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികൾ അണഞ്ഞിടട്ടെ. നിന്നെ നയിക്കട്ടെ ദിവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ ദിവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നീർച്ചാലുകൾ തേടി നടക്കും മാപ്പേടകളെ പോൽ കർത്താവേ